നമസ്കാരം. ഇന്നും ഇന്നലെയൊക്കെയായിട്ട് വലിയ രീതിയിലുള്ള ഒരു വിവാദമായി മാറിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീലേഖയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. മാധ്യമങ്ങൾക്ക് ബി.ജെ.പി. തിരുവനന്തപുരം നഗരസഭ പിടിച്ചെടുത്തു, അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരസഭയിൽ ചരിത്ര വിജയം നേടി ബി.ജെ.പിയുടെ മേയറും അതോടൊപ്പം തന്നെ മേയറായി വി രാജേഷും ഡെപ്യൂട്ടി മേയറായി ആശാനന്ദും ഒക്കെ വന്നത് ചില മാധ്യമങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ബി.ജെ.പിയെ താറടിച്ച് കാണിക്കാൻ, അല്ലെങ്കിൽ ബി.ജെ.പിയെ കുറിച്ച് നെഗറ്റീവായിട്ട് കാണിക്കാനായിട്ട് മാധ്യമങ്ങൾ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. കാരണം ബി.ജെ.പിയുടെയൊക്കെ പല ഫംഗ്ഷനിലും പ്രസ് മീറ്റ് വിളിക്കുമ്പോഴും ഒക്കെ സാധാരണഗതിയിൽ ഒരു യൂണിറ്റ് മാത്രം, അതായത് ചില മാധ്യമങ്ങൾ ഒരു മൈക്കും ഒരു ക്യാമറ യൂണിറ്റ് മാത്രമായിട്ട് വന്നുകൊണ്ടിരുന്ന മാധ്യമങ്ങൾ ഇപ്പോൾ 2-3 ക്യാമറ യൂണിറ്റുകളാണ് ഉപയോഗിക്കുന്നത്. അത് വേറൊന്നുമല്ല, ബി.ജെ.പിയെ പ്രതിനിധിയെ വലിയ രീതിയിൽ ചോദ്യം, അല്ലെങ്കിൽ അവരെ വലിയ രീതിയിൽ ചൊറിഞ്ഞുകൊണ്ട് ഒരു വിവാദമൊക്കെ സൃഷ്ടിക്കാനും ഒരു ബി.ജെ.പിക്കെതിരെ ഒരു നെഗറ്റീവായിട്ട് ഒരു ഇമ്പാക്ട് കാണിക്കാൻ വേണ്ടി നേരത്തെയൊക്കെ സുരേഷ് ഗോപിക്കെതിരെയായിരുന്നു മാധ്യമങ്ങൾ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോ സുരേഷ് ഗോപിക്ക് കുറച്ച് റെസ്റ്റ് കൊടുത്തിട്ട് ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ ഫോക്കസ് ചെയ്ത് ബി.ജെ.പിയെ എങ്ങനെയെങ്കിലുമൊക്കെ നെഗറ്റീവ് ഇമ്പാക്ട് ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാനുള്ള ഒരു തീവ്ര ശ്രമം ചില മാപ്രകൾ ഇപ്പോൾ കാണിച്ചു കൂട്ടുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ബി.ജെ.പിയോട് കൂടുതൽ കളിക്കാൻ നിൽക്കണ്ട എന്നതാണ് എന്റെ ഒരു ഇത്. കാരണം കൊടുത്താൽ അവർ പണി കൊല്ലത്ത് പെടുത്തി തരും. അത് മാധ്യമ മുതലാളിമാർക്ക് നല്ലപോലെ അറിയാം. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് വേണം റിപ്പോർട്ടർമാർ ഈ പണിക്ക് ഇറങ്ങാനുള്ളത്. നിലവിൽ ഇപ്പോൾ പറഞ്ഞു വരുന്നത്, ഇന്ന് രാവിലെയോടുകൂടി തന്നെ ശ്രീലേഖ പ്രശാന്തിനെ കാണുന്നു, സംസാരിക്കുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ശ്രീലേഖ തന്നെ പറഞ്ഞു, ഇതെന്റെ അനിയനാണ്, ഞാനൊന്ന് ചോദിച്ചതാണ് നിങ്ങളുടെ കാലാവധി കഴിയുമ്പോൾ. ശ്രീലേഖ തന്നെ പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട കാര്യമാണ് 3 മാസമാണ് കാലാവധി എന്ന് പ്രശാന്ത് പറഞ്ഞു. 2026 മാർച്ച് വരെയാണ്. അപ്പോൾ ശ്രീലേഖ പറഞ്ഞു, ഓക്കെ ശരി, എന്നാൽ മാർച്ച് കഴിയുമ്പോൾ നിങ്ങൾ മാറിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ മാന്യമായ രീതിയിൽ ശ്രീലേഖ സംസാരിച്ചു, ഓപ്പണായിട്ട് സംസാരിച്ചു. ഉറങ്ങിയതിനു ശേഷം പ്രശാന്ത് അവിടെ വലിയ രീതിയിലുള്ള ഒരു അഹങ്കാരം പ്രശാന്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു. ഇത് ശ്രീലേഖ എന്ന് പറയുന്നത് മുൻ റിട്ടയർ DGP അല്ലേ, എന്തിനാണ് അത്? റിട്ടയറായ പോലീസ് ഉദ്യോഗസ്ഥയാണ്, ഇവിടെ വന്ന് എന്നെ ഒഴിപ്പിക്കാനൊന്നും പറ്റില്ല, ഞാൻ മാറത്തരില്ല എന്നൊക്കെയാണ് പ്രശാന്ത് പറഞ്ഞത്. പക്ഷേ കണക്കുകൾ പ്രകാരം നമ്മൾ നോക്കുമ്പോൾ പ്രശാന്ത് ആ കെട്ടിടത്തിൽ ഇരിക്കേണ്ട ഒരു അധികാരവും പ്രശാന്തിന് ഇല്ല എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം. നിലവിൽ കണക്കുകൾ നോക്കുമ്പോൾ VK പ്രശാന്ത് MLAക്ക് രേഖകൾ പ്രകാരം ഒരു മാസം സർക്കാർ നൽകുന്നത് ഏകദേശം 1 ലക്ഷം രൂപ മുതൽ 1,10,000 രൂപയ്ക്ക് ഇടയ്ക്ക് VK പ്രശാന്തിന് കിട്ടുന്നുണ്ട്. 70,000 രൂപയാണ് മണ്ഡലം ഓഫീസ് അലവൻസ്, ഫോണ്, ഇൻഫർമേഷൻ, സാലറി അലവൻസുകൾ, ഫിക്സഡ് അലവൻസ് എല്ലാം കൂടെ ചേർത്ത് പ്രതിമാസം പ്രശാന്തിന് നല്ലൊരു തുക ലഭിക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ 20,000 രൂപ മിനിമം GA ആയും ലഭിക്കുന്നുണ്ട്. ഒരു MLAക്ക് ഓരോ ദിവസവും കണക്കാക്കിയിരിക്കുന്ന DA എന്ന് പറയുന്നത് 1000 രൂപയാണ്. കേരളത്തിന് പുറത്തു പോകുന്ന ദിവസങ്ങളിൽ ഇത് 1,200 രൂപയായി കണക്കാക്കും. ഇതാണ് സർക്കാർ ഔദ്യോഗികമായി പുറത്തുവിട്ടിരിക്കുന്ന MLAമാരുടെ ശമ്പള വിവരം. കഴിഞ്ഞിട്ടില്ല. ഇത് കൂടാതെ 2 സ്റ്റാഫിനെ നിയമിക്കാനും അവർക്ക് ശമ്പളം എഴുതിയെടുക്കാനും കഴിയും. 10 മുതൽ 20 ലക്ഷം വരെ പലിശയില്ലാതെ നികുതി പണത്തിൽ നിന്നും അഡ്വാൻസ് എടുക്കാൻ സാധിക്കും. ഒരു വർഷം 3 ലക്ഷം രൂപ ഇന്ധന അലവൻസ്, 15,000 രൂപ പുസ്തകങ്ങൾ വാങ്ങാൻ അലവൻസ്, മുഴുവൻ തുക മെഡിക്കൽ റീപ്ലേസ്മെന്റ്, ഇങ്ങനെ വിവിധ ആനുകൂല്യങ്ങൾ വേറെയുമുണ്ട്. ഇങ്ങനെ എല്ലാ തരത്തിലും നികുതി പണത്തിൽ നിന്നും ആനുകൂല്യം പറ്റുന്ന ഒരാളാണ് തന്റെ ഓഫീസ് ശാസ്തമംഗലത്തുള്ള കോർപ്പറേഷൻ കെട്ടിടത്തിൽ പ്രവർത്തിച്ച് പൊതുജനങ്ങൾക്ക് കിട്ടേണ്ട ഭീമമായ വാടകയ്ക്ക് തടസ്സം നിൽക്കുന്നത്. വെറും തുച്ഛമായ തുകയ്ക്ക് വാടക ചീട്ട് എഴുതി ഒരു ഫ്ലോർ മുഴുവൻ MLA കൈയടക്കി വച്ചിരിക്കുകയാണ്. നിലവിൽ ശാസ്തമംഗലത്തുള്ള കെട്ടിടം കൗൺസിലർക്ക് അവകാശപ്പെട്ടതാണ്. അതിന്റെ കവാടത്തിൽ തന്നെ ഇക്കാര്യങ്ങൾ എഴുതി വച്ചിട്ടുമുണ്ട് എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ അത് ലംഘിച്ച് അധികാരത്തിന്റെ തിണ്ണമിടുക്കിൽ എല്ലാം അടക്കിപ്പിടിച്ച് സർവപ്രതാപിയായി വാഴുകയാണ് മുൻ മേയർ കൂടിയായ MLA VK പ്രശാന്ത്. ഈ വിഷയത്തിൽ മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഉടനടി ശാസ്തമംഗലത്തെത്തി അവിടെ എന്തൊക്കെ സൗകര്യങ്ങളാണ് MLA ദുരുപയോഗം ചെയ്യുന്നതെന്ന് കാണിക്കാം. എന്നിട്ട് എത്ര രൂപയാണ് അദ്ദേഹം വാടക ഇനത്തിൽ കോർപ്പറേഷനിൽ അടയ്ക്കുന്നത് എന്നും ഒന്ന് പരിശോധിക്കുക. ഇതെല്ലാം മനസ്സിലാക്കിയതിനു ശേഷമാണ് ശ്രീലേഖ മൂവ്മെന്റുകൾ തുടങ്ങിയത്. 5 വർഷം കൊണ്ട് ദശലക്ഷക്കണക്കിന് നികുതി പണം ഓഫീസ് അലവൻസായി എഴുതി വാങ്ങിയ MLA എത്ര രൂപ കോർപ്പറേഷന് വാടകയായി നൽകിയെന്നും എത്ര രൂപ വൈദ്യുതി ബിൽ ഇനത്തിൽ നൽകിയെന്നും വെള്ള ചാർജ് എത്ര രൂപ നൽകിയെന്നൊക്കെ അറിയാൻ പൊതുജനത്തിന് അധികാരമുണ്ട്, അവകാശമുണ്ട്. എല്ലാം കൈപ്പറ്റിയിട്ട് വീണ്ടും അധികാരഭാരം ജനങ്ങളുടെ മേൽ MLA കെട്ടിവച്ചിട്ടുണ്ടെങ്കിൽ അത് അഴിമതിയാണ്, അധാർമികമാണ്. ലെവലേശമെങ്കിലും സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടെങ്കിൽ ഈ സഖാവെന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തി അധികമായി കൈപ്പറ്റിയ അലവൻസുകൾ സർക്കാർ ഖജനാവിലേക്ക്
തിരിച്ചടക്കുക തന്നെ വേണം. അങ്ങനെ തിരിച്ചടച്ച ഒരു മാതൃക കാണിക്കണം. അല്ലാതെ ഇലക്ഷൻ സമയം ആകുമ്പോൾ കുറെ ടാറും എടുത്തുകൊണ്ട് റോഡിൽ കുറച്ച് കറുത്ത പെയിന്റ് അടിച്ച് ഞാൻ വികസനം കൊണ്ടുവന്നു എന്ന് FB പോസ്റ്റ് ഇട്ടിട്ട് യാതൊരു കാര്യമില്ല. കാരണം IPS ഉദ്യോഗസ്ഥയായ ശ്രീലേഖയാണ് പ്രശാന്തിന് മുന്നിൽ എതിരായിട്ട് നിൽക്കുന്നത്. അല്ലാതെ വിദ്യാഭ്യാസമില്ലാത്ത ഒരു വ്യക്തിയല്ല. രാഷ്ട്രീയം നല്ലപോലെ അറിയാം. കാരണം വർഷങ്ങളോളം പലയിടത്തും പല രാഷ്ട്രീയ നേതാക്കന്മാരോടൊപ്പം ഇരുന്ന് കളിച്ച അല്ലെങ്കിൽ ഒപ്പം ഇരുന്ന് ഭരിച്ച ഒരു വ്യക്തിയാണ് DGP ശ്രീലേഖ എന്ന് പറയുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയം അറിഞ്ഞുകൂടാ. രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കാലെടുത്ത് വച്ചതാണ്. രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ആദ്യ അക്ഷരം കുറിച്ച വ്യക്തിയാണ് ശ്രീലേഖ എന്നൊന്നും പറയരുത്. കാരണം പല സംസ്ഥാനങ്ങളിലും ഇന്ന് വർക്ക് ചെയ്ത ഒരു IPS ഉദ്യോഗസ്ഥയാകുമ്പോൾ തന്നെ നമുക്കറിയാം പലയിടത്തു നിന്നും വർക്ക്, പല സംസ്ഥാനങ്ങളിൽ നിന്നും വർക്ക് ചെയ്ത് പല മന്ത്രിമാരോടൊപ്പം മീറ്റിങ്ങുകളും ചർച്ചകളും ഒക്കെ നടത്തി, കൂടിക്കാഴ്ചകളൊക്കെ നടത്തി അവരുടെയൊക്കെ സ്വഭാവങ്ങൾ